എല്ലാവർക്കും നമസ്കാരം. ഇത് കോട്ടയം പള്ളിപ്പുറത്തുകാവ്. ഇവിടെ 10ാമതേ മഹോത്സവം നടക്കുകയാണ്. മേടമാസം 1 മുതൽ 10 ദിവസം. അതിൽ 10ാം ദിവസത്തിനാണല്ലോ 10ാം ഉദയം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ ദിവസമാണ് സൂര്യൻ ഏറ്റവും അത്യുച്ച രാശിയിൽ എത്തുന്നത്. അന്നാണ് സൂര്യനെ ഏറ്റവും ബലവാനായി കാണപ്പെടുന്നതെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കർഷകർക്കും വളരെയേറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. കൃഷി ഇറക്കാനും അഥവാ വിത്ത് വിതയ്ക്കാനും മറ്റ് തൈകൾ നടാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 10 ദിവസവും ഈ പള്ളിപ്പുറത്തുകാവിൽ ഒരു ഉത്സവം തന്നെയാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാന കലകളുടെയും മറ്റു കലാപരിപാടികളുടെയും ഒക്കെ ഒരു സമ്മേളനം നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ പള്ളിപ്പുറത്തുകാവിൽ ഭദ്രകാളി പ്രതിഷ്ഠയാണ് പ്രധാനമായുള്ളത്. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പിന്മുറക്കാരുടെ ദേവീക്ഷേത്രവുമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അതിവിശിഷ്ടമായ ഒരു വഴിപാടാണ് വലിയ തീയാട്ട്. അതുപോലെ തന്നെ ചെറിയ തീയാട്ട് അഥവാ നടത്തീയാട്ട്. ഭക്തജനങ്ങൾ പള്ളിപ്പുറത്തുകാവിലമ്മയുടെ മക്കൾ എത്ര ദൂരത്ത് ആയിരുന്നാൽ തന്നെയും ഈ വഴിപാടുകൾ മനസ്സിൽ നേർന്ന് ചെയ്യുന്ന ഒരു പതിവും ഉണ്ട്. അപ്പോൾ ഈ ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വലിയ തീയാട്ടുണ്ട്. തീയാട്ട് ഒരു പ്രാചീന ക്ഷേത്രാനുഷ്ഠാന കലയാണ്. ഇത് പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്: അയ്യപ്പൻ തീയാട്ടും ഭദ്രകാളി തീയാട്ടും. തീപ്പന്തം ഒഴിയുന്നത് കൊണ്ടാണ് ഇതിന് തീയാട്ടെന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അതുമല്ല, ദൈവാട്ടം എന്നത് പറഞ്ഞ് ലോപിച്ച് തീയാട്ടമായി മാറിയതാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ചടങ്ങുകൾ പ്രധാനമായിട്ടും സന്ധ്യ കഴിഞ്ഞ് പുണ്യാഹം തെളിച്ച് ക്ഷത്രിയൻ്റെ മേൽഭാഗത്ത് കുലവാഴുന്നതും, അതിനുശേഷം ഭദ്രകാളി കളം വരയ്ക്കും. കളം വര കഴിഞ്ഞ് പ്രാർത്ഥനയുണ്ട്. പിന്നെ വാദ്യമേളങ്ങൾ ഒക്കെയായി പന്തം കത്തിച്ച് പിടിച്ച് പാടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. അതായത് കളമെഴുത്ത്, കളംപാട്ട്, അതുപോലെ തീയൊഴിച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രധാന ചടങ്ങാണ്. അങ്ങനെ ഒക്കെയാണ് ഇതിൻ്റെ ആ ഒരു രീതികൾ. ഈ അയ്യപ്പൻ പാട്ട് എന്ന് പറയുന്നത് നമ്പ്യാന്മാരാണ് നടത്തുക. ഭദ്രകാളി പാട്ട് തീയാട്ട് ഉണ്ണിമാരാണ് ചെയ്യാറ്. 8 കൈകളുള്ള ഭദ്രകാളി രൂപമാണ് കളത്തിൽ നിറയുന്നത്. 5 പ്രകൃതിദത്തമായ വർണ്ണങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്: അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിപ്പൊടി, പിന്നീട് പച്ച നിറം കിട്ടാൻ വാഴയിലപ്പൊടി, ചുവപ്പ് നിറം കിട്ടാൻ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത്. ഇതുകൂടാതെ വെറ്റില, പാക്ക്, നാളികേരം, നെല്ല്, അരി, വിളക്ക് ഇതൊക്കെ കൊണ്ട് കളത്തിന് ചുറ്റും അലങ്കരിക്കുന്നു. സന്ധ്യയ്ക്ക് സന്ധ്യകൊട്ടുണ്ട്. കഥകളിയിലൊക്കെ കേളികൊട്ടുള്ളതുപോലെ. അതുപോലെ അഷ്ടമംഗല്യവുമായി വന്ന് ദേവിയെ എതിരേറ്റ് കളത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ദേവീ സ്തുതിയുണ്ട്. കേശാദിപാദവും പാദാദികേശവും വർണ്ണിക്കുന്നു. അതിനുശേഷം ദേവി ചൈതന്യം ആവാഹിച്ച്, അതായത് രൗദ്രരൂപിണിയായ ഭദ്രകാളിയെയാണ് നമുക്ക് ശേഷം കാണാൻ കഴിയുക. ദാരികവധം കഴിഞ്ഞ് കോപാകുലയായി കയ്യിൽ ശിരസ്സുമായിട്ട് കൈലാസത്തിൽ പരമശിവനെ കാണാനെത്തുന്ന ഭദ്രകാളിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം പന്തം കത്തിച്ചൊഴിഞ്ഞ് തെള്ളിപ്പൊടി എറിഞ്ഞ് ഭൂതപ്രേതാദികളെയും മറ്റു ദോഷങ്ങളെയുമെല്ലാം അകറ്റുന്നു. അതിനുശേഷം മുടി അഴിച്ച് ഒഴിഞ്ഞ് ചടങ്ങ് അവസാനിപ്പിക്കുന്നു.
അങ്ങനെ കൈലാസത്തിൽ ശിവസന്നിധിയിലെത്തി ദാരുകാസുര നിഗ്രഹ വിശേഷങ്ങൾ അറിയിച്ച ശേഷം ശാന്തസ്വരൂപിണിയായി മാറിയ ദേവി ഭദ്രകാളി എല്ലാവർക്കും അനുഗ്രഹവർഷം ചൊരിയുന്നു. സർവ്വരോഗ നിവാരണത്തിനും സർവ്വദുരിത നിവാരണത്തിനുമൊക്കെയായി ഈ വഴിപാട് പ്രത്യേകമായി നടത്തപ്പെടുന്നു. വസൂരി തുടങ്ങിയ സാംക്രമിക രോഗങ്ങളൊക്കെ അകറ്റുന്നതിനും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകുന്നതിനുമൊക്കെയായാണ് ഈ വലിയ തീയാട്ട് നടത്തപ്പെടുന്നത്.